കൊല്ലം ശാസ്താംകോട്ടയിൽ തീപിടിച്ച കെട്ടിടത്തിൽ അകപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും അതിസാഹസികമായി അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. വടക്കൻ മൈനാഗപ്പള്ളി ആനൂർക്കാവ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഹാരിസിന്റെ ഉടമസ്ഥതയിലുള്ള എച്ച് സ്റ്റോർ റൂമും അതിനു മുകളിൽ പ്രവർത്തിച്ചിരുന്ന വാടക വീടുമാണ് കത്തിയത്. ഇന്ന് വെളുപ്പിനെ 1:30യോടെയാണ് തീ പിടിച്ചത്. സ്റ്റോർ പൂർണ്ണമായും കത്തുകയും തീയും പുകയും ആളിക്കത്തി അതിനു മുകളിലുള്ള വാടക വീട്ടിലേക്ക് തീ ആളിപ്പടരുകയുമായിരുന്നു. കെട്ടിടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 4 പേർ പരിഭ്രാന്തരായി നിലവിളിച്ച് രക്ഷപ്പെടാൻ ആകാത്ത വിധം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശാസ്താംകോട്ടയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സാബുലാലിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേന എത്തുകയും സമീപത്തെ കെട്ടിടത്തിൽ കയറി ജനൽ വഴി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ജനൽ കമ്പി കട്ട് ചെയ്ത് അതിസാഹസികമായി ഇവരെ പ്രധാന വാതിൽ പൊളിച്ച് കെട്ടിടത്തിന് പുറത്തെത്തിച്ചു. 4 വയസ്സുകാരനായ ക്രിസ്റ്റിയാനോ, 7 വയസ്സുകാരനായ റയാനോ, മാതാവായ ശാന്തിയുടെ അമ്മ കത്രീന എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് സജ്ജമാക്കിയ ആംബുലൻസിൽ ഇവരെ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. നീണ്ട 2.5 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത്. തീ നിയന്ത്രണമാക്കാൻ ചവറ, കരുനാഗപ്പള്ളി, കൊല്ലം എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും 5 യൂണിറ്റ് വാഹനങ്ങൾ എത്തിയിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രസന്നൻ പിള്ള, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മിഥിലേഷ് കുമാർ, രതീഷ്, മനോജ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.